ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ജെഡിയു. 57 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. 243-ൽ 101 സീറ്റുകളിലാണ് ജെഡിയു മത്സരിക്കുന്നത്. 71 സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ കൂടുതൽ വിവരങ്ങൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ജിഷ്ണു, 57 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ജെഡിയു പ്രഖ്യാപിച്ചിരിക്കുന്നത്. 243-ൽ 101 സീറ്റുകളിലാണ് ജെഡിയു മത്സരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം 71 സീറ്റുകളിൽ ബിജെപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വിവരങ്ങൾ. രോഹിണി, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെഡിയു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. 51 മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ ജെഡിയു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. NDA സഖ്യത്തിൽ നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു. 101 സീറ്റുകളിൽ ജെഡിയുവും 101 സീറ്റുകളിൽ ബിജെപിയും മത്സരിക്കും. 29 സീറ്റുകളിലാണ് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി മത്സരിക്കുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയപ്പോൾ NDA മുന്നണിക്കുള്ളിലെ പാർട്ടികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്നലെ ബിജെപി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു. 71 മണ്ഡലങ്ങളിലേക്കാണ് ബിജെപി ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പുറത്തിറക്കിയത്. ഇന്നിപ്പോൾ ജെഡിയു 51 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. LJPയും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ത്യ മുന്നണിയിലാകട്ടെ സീറ്റ് വിഭജനം തന്നെ തീരുമാനമാകാതെ നീളുകയാണ്. ഇന്നും ബീഹാറിലെ കോൺഗ്രസ് അധ്യക്ഷൻ ഡൽഹിയിൽ പാർട്ടി നേതൃത്വവുമായും ഒപ്പം RJD നേതൃത്വവുമായും ചർച്ചകൾ നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് 60-ൽ കൂടുതൽ സീറ്റുകൾ നിർബന്ധമായും നൽകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ RJD നേതാക്കൾ കോൺഗ്രസിന് 60-ൽ താഴെ സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണ 70-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിലും 2020-ൽ 70-ലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റുകളിൽ മാത്രമായിരുന്നു അവിടെ വിജയിക്കാൻ സാധിച്ചത്. അത് RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഉൾപ്പെടുന്ന മഹാഗഡ്ബന്ധന് 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം സംഭവിച്ചിരുന്നു. വലിയ ക്ഷീണം, കോൺഗ്രസിന്റെ പെർഫോമൻസിൽ വന്നിട്ടുള്ള കുറവ് ആ മുന്നണിയെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകേണ്ട എന്ന് RJD കടുംപിടുത്തം പിടിക്കുന്നു. 60-ന് മുകളിൽ സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. ഇടതു പാർട്ടികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സീറ്റ് വിഭജനം ഇന്ത്യ മുന്നണിക്കുള്ളിൽ തർക്കമായി തുടരുകയാണ്. ഒപ്പം പ്രചാരണ രംഗം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണ രംഗം ചൂടുപിടിച്ച ബീഹാറിൽ ഇത്തവണ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചോദിക്കാനുള്ളതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ബിജെപിയും RJDയും തമ്മിലുള്ള മത്സരമാണ്. കോൺഗ്രസും ഇടതു പാർട്ടികളും LJPയും JDUവും എല്ലാം മാറ്റി നിർത്തുമ്പോൾ മുന്നണികൾക്കപ്പുറത്തേക്ക് ബിജെപിയും RJDയും തമ്മിലുള്ള മത്സരമാണ് ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇന്നിപ്പോൾ JDU, നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. 51 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് JDU പ്രഖ്യാപിച്ചത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.